ഇവിടെ സാരനാഥ് മന്ദിർ അല്ലെ, ശിവ് മന്ദിർ. ശിവ് മന്ദിറിൻ്റെ കുളമായത്, കുളം. മുകളിൽ കാണുന്ന, അതിൻ്റെ മുകളിൽ അവിടെയായിട്ട് കാണുന്ന ശിവ് മന്ദിർ. നമുക്ക് വന്ന സ്ഥിതിക്ക് ഒന്ന് കയറി ഇറങ്ങിയിട്ട് പോവാം. ഇവിടെ തന്നെ അതിൻ്റെ തൊട്ടടുത്താണ് റെയിൽവേ സ്റ്റേഷൻ, ജസ്റ്റ് ഒരു 100 മീറ്റർ മുമ്പോട്ട്. ഇതാണ് മന്ദിറിൻ്റെ കുളം. വെള്ളം പച്ച നിറ, ഒന്നാമത് മഴയൊന്നും ഇല്ലല്ലോ ഇപ്പോൾ. ഇവിടെ ജൂലൈ ഓഗസ്റ്റ് അങ്ങനെ ചെറിയൊരു മഴ പെയ്യും. മീനുണ്ട്, വലിയ വലിയ മീനുണ്ട്. ഏകദേശം നമുക്ക് തല പുറത്ത് കാണാം. ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്നറിയില്ല, എന്നാലും വലിയ വലിയ മീനുണ്ട്. തല ഇങ്ങനെ പുറത്ത് കാണാം, കുറച്ചെല്ലാം കറുപ്പ്. ഇതാണ് ആ മന്ദിർ. ഏകദേശം നമ്മൾ സൈറ്റ് കഴിയാനായി. ഈ മന്ദിരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ സൈറ്റ് കഴിഞ്ഞെന്ന് തന്നെ പറയാം. സാർനാഥ് ബുദ്ധിസ്റ്റ് സൈറ്റാണ്. അവിടെ ഒരു ഹിന്ദു ശിവൻ്റെ അമ്പലമുണ്ട്, അതിൻ്റെ കുളമായി കാണുന്നു. നമുക്ക് നോക്കാം എങ്ങനെയാണ് എല്ലാം. ഭിക്ഷയാചിച്ച് ഇരിക്കുന്ന ആൾക്കാരുണ്ട് സൈഡിൽ. എന്നാലും പൊതുവേ ഇപ്പോൾ കുറവാന്ന് പറയാം. ഏതായാലും നോക്കാം. മന്ദിരം മുകളിൽ കയറി പോണ സാരംഗനാഥ് മഹാദേവ മന്ദിർ. ഇതാണ് ആ മന്ദിർ. സാരനാഥ് മന്ദിർ. ഏതായാലും മന്ദിറിന് തിരിച്ചു പോന്നോ. ചെറിയൊരു മന്ദിർ. മന്ദിറിൻ്റെ പുറം വശം ഗോപുരം. മന്ദിറിൻ്റെ ഗോപുരം കാണാം. താഴെ കുളം കാണാം മന്ദിറിൻ്റെ. ഇതാണ് ആ മന്ദിറിൻ്റെ താഴത്ത് കാണാം. മന്ദിർ സാർനാഥ് ശിവ് മന്ദിറാണ്. സാർനാഥ് ബുദ്ധിസ്റ്റ് മന്ദിറല്ല, ശിവ് മന്ദിർ, ഹിന്ദു മന്ദിർ. ഞാൻ ബുദ്ധിസ്റ്റ് മന്ദിർ എന്നാണ് വിചാരിച്ച. സാരംഗനാഥ് ഹിന്ദിയിൽ പെട്ടെന്ന് മനസ്സിലായിട്ടില്ല. അതല്ല, ഇവിടുന്ന് പോവാം.